ഹലോ, നമ്മളെല്ലാവരും മറന്നുപോയ പക്ഷെ നമ്മുടെയൊക്കെ അടുക്കളയിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പുരാതന ധാന്യത്തിന്റെ തിരിച്ചുവരവിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഈ കാണുന്ന ചോക്ലേറ്റ് ബ്രൗണി കണ്ടിട്ട് വായിൽ വെള്ളം ഊറുന്നില്ലേ? പക്ഷേ ഇതിലൊരു രഹസ്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്ന്. ഇനി നോക്കൂ, നല്ല ചൂടുള്ള മധുരം ഗനിയുന്ന ഈ ജിലേബികൾ, ഇതിലും ഒളിഞ്ഞിരിക്കുന്നത് അതേ രഹസ്യം തന്നെയാണ്. അവസാനമായിട്ട് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം കൂടി നോക്കിക്കേ. കണ്ടാൽ മോഡേൺ ആയിട്ടിരിക്കുന്ന ഈ 3 വിഭവങ്ങളിലും പൊതുവായിട്ടൊരു പുരാതന ചേരുവയുണ്ട്. എന്തായിരിക്കും അത്? അതെ, മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ. നമ്മളൊക്കെ പണ്ട് കഞ്ഞിയായോ കുറുക്കായോ മാത്രം കഴിച്ചിരുന്ന സാധനം. പക്ഷെ ചെറുധാന്യങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ ധാരണകളില്ലേ, അതൊക്കെ ഇന്ന് മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ ചെറുധാന്യങ്ങളുടെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്കാദ്യം അവയുടെ ഭൂതകാലത്തിലേക്കൊന്ന് പോയി നോക്കാം, അല്ലേ? അപ്പോൾ എന്താണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചെറിയ വിത്തുകളുള്ള ഒരു കൂട്ടം ധാന്യങ്ങളാണിത്. അതായത് ഇത് ഒരൊറ്റ ധാന്യമല്ല, മറിച്ചു പലതരം ധാന്യങ്ങൾ ചേർന്ന ഒരു വലിയ ഫാമിലിയാണെന്ന് പറയാം. ദാ നോക്കൂ, ജോവർ, ബജ്ര, റാഗി, തിന, എന്തോരം വെറൈറ്റികളാണെന്നോ. ഓരോന്നിനും അതിൻ്റേതായ രൂപവും ഗുണങ്ങളുമുണ്ട്. ഇന്ത്യയിലെ ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാണ്. ജോവർ, ചോളം, ബജ്ര, കമ്പം, റാഗി, കൂവരക്ക്, ഇങ്ങനെ പല പേരുകൾ. ഈ പേരുകൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ ഭക്ഷണത്തിലും സംസ്കാരത്തിലും ഇവ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്ന്. ഒന്നാലോചിച്ച് നോക്കൂ, ഏതാണ്ട് 5000 വർഷം മുൻപ് ആഫ്രിക്കയിലും 3000 വർഷം മുൻപ് ഇന്ത്യയിലുമൊക്കെ കൃഷി ചെയ്തിരുന്ന ഒരു ധാന്യം ഇന്നിപ്പോ ലോകം മുഴുവൻ ഇതൊരു സൂപ്പർ ഫുഡായിട്ടാണ് കാണുന്നത്. അതായത് പോഷകങ്ങളുടെ ഒരു പവർ ഹൗസ്, ആരോഗ്യത്തിന് അത്രയ്ക്ക് നല്ലത്. അപ്പോ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം വരും, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ധാന്യങ്ങൾക്കെന്താപ്പോ പെട്ടെന്നൊരു ഗ്ലാമർ? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യം തന്നെ. ചെറുധാന്യങ്ങൾ ഒരു അത്ഭുതമാണ്. ഒന്ന്, ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതായത് ഗോതമ്പിലെ പോലെ ദഹനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ആ പശയില്ലേ, അതിതിലില്ല. അതുകൊണ്ട് ആർക്കും ധൈര്യമായി കഴിക്കാം. പിന്നെ കാൽഷ്യം, അയൺ പോലുള്ള മിനറൽസിന്റെ ഒരു കലവറയാണിത്. ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ദഹനം എളുപ്പമാക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. ഈ ഒരു കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നമ്മൾ സാധാരണ കഴിക്കുന്ന അരിയേക്കാൾ ഏകദേശം 10 ഇരട്ടി കാൽഷ്യമാണ് റാഗിയിലുള്ളത്. ഒന്നോർത്തെ, 10 ഇരട്ടി. ഇനി നമ്മുടെ കാര്യം വിടാം, ഭൂമിയുടെ ആരോഗ്യത്തിന്റെ കാര്യം നോക്കിയാലോ? ഈ ചെറുധാന്യങ്ങൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ ഭൂമിക്കും സൂപ്പറാണ്. ഇതിനെ ക്ലൈമറ്റ് കംപ്ലൈന്റ് ക്രോപ്പ് എന്നൊക്കെ വിളിക്കുന്നതിന് കാരണമുണ്ട്. എന്ത് കടുത്ത വരൾച്ച വന്നാലും, മണ്ണിൽ വലിയ വളക്കൂറില്ലെങ്കിലും, നല്ല ചൂടാണെങ്കിലും ഇതങ്ങോട്ട് പിടിച്ചു നിൽക്കും. അതായത് ഗോതമ്പും ചോളവുമൊക്കെ പരാജയപ്പെടുന്നിടത്ത് ചെറുധാന്യങ്ങൾ വിജയിക്കും. കർഷകർക്ക് കുറഞ്ഞ വെള്ളത്തിലും വളത്തിലും നല്ല വിളവ് കിട്ടുമെന്നർത്ഥം. മാറുന്ന ഈ കാലാവസ്ഥയിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇതിന് വലിയൊരു റോള് തന്നെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം. ഈ പുരാതന ധാന്യങ്ങൾ വെറും കഞ്ഞിയും കുറുക്കും മാത്രമല്ല, ഇതുകൊണ്ട് എന്തൊക്കെ കിടിലൻ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ദാ ഇവിടെ നോക്കൂ, ഒരു സൈഡിൽ നമ്മുടെ പരമ്പരാഗത ബജ്ര റൊട്ടി, മറു സൈഡിലോ ഒരു അടിപൊളി മോഡേൺ ജോവർ ഇഡ്ലി ബർഗർ. ഒരേ ധാന്യത്തിന്റെ 2 മുഖങ്ങൾ അല്ലേ? ഇതിൽ കൂടുതൽ എന്തുവേണം ഇതിന്റെ വെർസറ്റാലിറ്റി കാണിക്കാൻ? ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ, സ്നാക്സ് മുതൽ ഡെസേർട്ട് വരെ, എന്തുണ്ടാക്കാനും ചെറുധാന്യങ്ങൾ ഒരു ഓൾ സ്റ്റാർ തന്നെയാണ്. പാൻകേക്ക്, ഉപ്പുമാവ്, ബിരിയാണി, സമൂസ, എന്തിന് കേക്കും ഐസ്ക്രീമും വരെ. നിങ്ങളുടെ ഫേവറേറ്റ് പാൻകേക്കുകൾ ജോവർ വെച്ചുണ്ടാക്കിയാലോ? ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായ ദിവസം തുടങ്ങാൻ ഇതിലും നല്ലൊരു ഓപ്ഷനുണ്ടോ? നമ്മുടെ എല്ലാം വീക്ക്നെസ്സായ സമൂസ, അതും ചെറുധാന്യം വെച്ചുണ്ടാക്കിയത്. ടേസ്റ്റിലൊരു കോംപ്രമൈസുമില്ല, എന്നാൽ ഹെൽത്തിയും. ഇതിലും നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനുണ്ടോ? മില്ലറ്റ്സ് അത്ര ടേസ്റ്റി അല്ലെന്നാര് പറഞ്ഞോ? ഈ റാഗി കേക്കൊന്ന് കണ്ടു നോക്കൂ. ഇത് കണ്ടിട്ട് ആർക്കാ കൊതി വരാത്തത്? ഏതൊരു മധുരക്കൊതിയനെയും വീഴ്ത്താൻ ഇത് മതി. അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞില്ലേ? ഇനി ഇതെങ്ങനെ നമ്മുടെ അടുക്കളയിലൊരു സ്ഥിരം താരമാക്കാമെന്ന് നോക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ചെറുധാന്യങ്ങളുടെ ഗുണം? 1, ഇത് നിങ്ങൾക്ക് നല്ലതാണ്. 2, നമ്മുടെ ഭൂമിക്ക് നല്ലതാണ്. 3, പാചകത്തിൽ ഒരുപാട് വെറൈറ്റികൾ പരീക്ഷിക്കാൻ പറ്റും. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഭാവിയുടെ ഈ പുരാതന ധാന്യത്തിനെ നിങ്ങളുടെ അടുക്കളയിലെ അടുത്ത സൂപ്പർസ്റ്റാറാക്കാൻ നിങ്ങൾ റെഡിയാണോ? ഈ ഒരു അത്ഭുത ധാന്യം വെച്ച് നിങ്ങൾ ഇനി എന്ത് പുതിയ വിഭവമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ.